ഹായ് മക്കളെ, ഇത് നമ്മുടെ ഓണം എക്സാമിനേഷൻ ഇതാ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സൈലത്തിൽ ലൈവുകളൊക്കെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ലൈവിലേക്ക് വരിക. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, പഠിച്ച് ഈ ഓണം എക്സാമിനേഷന് മുഴുവൻ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഫിസിക്സ്, അതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫിസിക്സിൽ മുഴുവൻ മാർക്കും എങ്ങനെ സ്കോർ ചെയ്യാം, അതിന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, ഇത് പറയാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഓണം എക്സാമിനേഷന് നമുക്ക് 4 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് മുതൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം വരെയാണ് ചാപ്റ്റർ. നമ്മൾ വെയിറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ്. അതിനുശേഷം വരുന്ന 2 ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡും അതേപോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഏറ്റവും വെയിറ്റേജ് കുറവ് നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിലും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് ഞാൻ പറയുന്ന ഓരോ ടോപ്പിക്കും ആ ടോപ്പിക്കിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുകയാണെങ്കിൽ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അവിടെ നിന്ന് മറ്റൊരു ക്വസ്റ്റ്യനും ചോദിക്കത്തില്ല. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ആദ്യമായി നമുക്ക് പഠിക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. ഈ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ നമുക്കറിയാം 3 പ്രോപ്പർട്ടീസാണുള്ളത്. ആ പ്രോപ്പർട്ടിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. ഇനി നമ്മൾ സെക്കൻഡ് ടോപ്പിക്കിലോട്ട് പോകുകയാണെങ്കിൽ നമുക്കറിയാം കൂളംസ് ലോ ആണ്. കൂളംസ് ലോയുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് മക്കൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ എയറിലും മീഡിയത്തിലും വെക്കുമ്പോൾ ചാർജിൻ്റെ ഫോഴ്സിനുണ്ടാകുന്ന ആ വ്യത്യാസം നിങ്ങൾ പഠിച്ചു വെക്കുക. അവിടെ നിന്ന് നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നന്നായി നിങ്ങൾ എന്ത് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി യൂണിറ്റ് എപ്പോഴും എക്സാമിന് 1/2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ചാണ് നോക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും അതിൻ്റെ പ്രോപ്പർട്ടിയും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കിയിട്ട് പോവുക. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് ഇലക്ട്രിക് ലൈൻസിൻ്റെ പ്രോപ്പർട്ടി. അതേപോലെ തന്നെ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, അതെന്തുകൊണ്ടാണെന്നൊക്കെ എക്സാമിന് ചോദ്യം എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇലക്ട്രിക് ഫീൽഡ്സ് ലൈൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഡൈപോൾ ആണ്. ഡൈപോൾ എന്താണെന്നും ഡൈപോൾ മൊമെൻ്റ് എന്താണെന്നും ഡൈപോൾ വെക്ടറാണോ സ്കെയിലാണോ അതിൻ്റെ ഡയറക്ഷനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ പഠിച്ചിട്ട് പോവുക. ഐക്വേഷനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ആ ഡെഫിനിഷനും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇലക്ട്രിക് ഡൈപോൾ കഴിഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോളിനകത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. നമുക്കറിയാം 2 കാര്യങ്ങൾ അവിടെ പഠിക്കാനുള്ളത്. എന്താണ്, ആക്സിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും അതേപോലെ തന്നെ ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും. ഇവർ തമ്മിലുള്ള കമ്പാരിസൺ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നമുക്കറിയാം ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ഇലക്ട്രിക് ഫീൽഡ് 2 ടൈംസ് ആയിരിക്കും. അപ്പോൾ അവിടെ നിന്നും എക്സാമിന് ഡെറിവേഷൻ ചോദിക്കും. അതേപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലവും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോവുക. അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇതേ ഡൈപോൾ ആക്ട് ചെയ്യുന്ന ടോർക്കിൻ്റെ ഒരു ഡെറിവേഷനാണ്. ആ ഡെറിവേഷൻ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ആ ഡെറിവേഷൻ അവസാനം കിട്ടുന്ന ഇക്വേഷനായ PE sin θ വെച്ചും എക്സാമിന് 1 മാർക്കിന് പ്രോബ്ലം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ആംഗിളും അതേപോലെ തന്നെ ചാർജും ഡിസ്റ്റൻസും ഒക്കെ നമുക്ക് തരും. ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഒക്കെ തന്നിട്ട് നമ്മളോട് ചോദിക്കും. ടോർക്ക് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിക്കും. പിന്നെ സ്റ്റേബിൾ ഇക്വിലിബ്രിയവും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം θ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ θ = 180 ഡിഗ്രിയും ആയിരിക്കും. അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക്കാണ് നമ്മളുടെ ഫ്ലെക്സ് എന്ന് പറയുന്നൊരു ടോപ്പിക് അല്ലേ. ഇലക്ട്രിക് ഫ്ലെക്സ് എന്താണെന്നും അതിൻ്റെ യൂണിറ്റ് എന്താണെന്നും മക്കളെ നന്നായി പഠിച്ചിട്ട് പോവുക. അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു ടോപ്പിക്ക് വരുന്നത് നമ്മുടെ ഗോസസ് തിയറവും അതിൻ്റെ ആപ്ലിക്കേഷൻ. 3 ആപ്ലിക്കേഷനുമാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ? ഫസ്റ്റ് നമുക്കറിയാം ഒരു ലൈൻ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി. അടുത്തതെന്ന് പറയുന്നത് ഒരു സ്പെറിക്കൽ ഷെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി. മൂന്നാമത് ഒരു ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. മക്കൾ ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇനി അവിടെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കേണ്ടത് നമ്മുടെ എന്താണ്, സ്പെറിക്കൽ ഷെല്ലാണ്. ഇൻസൈഡും ഔട്ട്സൈഡും സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനും അവിടെ നിന്ന് ഏത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാനും നിങ്ങൾ പ്രാപ്തരായിരിക്കണം. അതേപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ചാർജ് ഡെൻസിറ്റിയും അറിയണം. സർഫസ് ചാർജ് ഡെൻസിറ്റിയും ലൈൻ ചാർജ് ഡെൻസിറ്റിയും അതേപോലെ തന്നെ വോളിയം ചാർജ് ഡെൻസിറ്റി നമ്മളോട് ചോദിക്കത്തില്ല, അത് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മക്കളെ, സെക്കൻഡ് ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ടത്, ഓരോ ടോപ്പിക്കിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം.
ഫസ്റ്റ് ടോപ്പിക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റൊന്നുമല്ല, എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നും പൊട്ടൻഷ്യൽ എനർജി എന്നും നന്നായി നിങ്ങൾ പഠിച്ചിട്ട് പോവുക. പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള റിലേഷനും പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റും പൊട്ടൻഷ്യൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നൊക്കെ നന്നായി നിങ്ങൾ നോക്കിയിട്ട് പോവുക. അതിനുശേഷം നമുക്കൊരു ഡെറിവേഷനാണ് വരുന്നത്. അത് മറ്റൊന്നുമല്ല, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ചാർജ്. ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ ഡെറിവേഷൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അതും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അതിനുശേഷം വരുന്നത് നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസും അതിൻ്റെ പ്രോപ്പർട്ടീസും മക്കളെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും പഠിച്ചിട്ട് പോകാനുള്ള വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ. അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഡൈപോൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ്. ആ പൊട്ടൻഷ്യലിൻ്റെ ഡെറിവേഷൻ അങ്ങനെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് ഇയർ സേ എക്സാമിന് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അത് നോക്കിയിട്ട് പോവുക. അതേപോലെ തന്നെ അതിനകത്തെ ഇക്വറ്റോറിയൽ പോയിന്റിലും ആക്സിയൽ പോയിന്റിലും ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനും അല്ലെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. അതിനുശേഷം വരുന്നത് ഈ ഇലക്ട്രിക് ഡൈപോളിനെ നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡ് വെക്കുമ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇലക്ട്രിക് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷനെ മക്കൾ നിങ്ങൾ നോക്കിയിട്ട് പോവുക. അവിടെ നിന്നും എക്സാമിന് പ്രോബ്ലം ചോദിക്കുന്നുണ്ട്. രണ്ട് തരത്തിലാണെന്ന് പ്രോബ്ലം ചോദിക്കുന്നത്. ഫസ്റ്റ് ചോദിക്കുന്നത് രണ്ട് ആംഗിൾ തരും. ഇപ്പോൾ 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലോട്ട് ഒരു ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായ വർക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കും. അതേപോലെ അവിടെ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആംഗിൾ നമുക്ക് തന്നിട്ട് ആ ആംഗിളിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനും നമ്മളോട് ചോദിക്കും. ആ രണ്ട് ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. PE cos θ മൈനസ് PE cos θ ഉപയോഗിച്ച് സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തത് PE cos θ1 മൈനസ് cos θ ഉപയോഗിച്ചുകൊണ്ട് ആ രണ്ട് ആംഗിളിൻ്റെ പ്രോബ്ലം നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്ററും അതേപോലെ തന്നെ കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷനുമാണ്. ഈ കപ്പാസിറ്റൻസിൻ്റെ ഡെറിവേഷൻ പഠിച്ചിട്ട് പോകുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ പ്രോബ്ലം ചോദിക്കും. അതായത് ഒരു കപ്പാസിറ്റർ പ്ലെയിൻ്റെ ഇടയ്ക്ക് ഒരു ഡൈലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഡിസ്റ്റൻസ് പകുതിയാക്കിയാൽ എന്ത് സംഭവിക്കുന്നു, ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കപ്പാസിറ്റൻസിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെല്ലാവരും നിങ്ങൾ നോക്കിയിട്ടേ പോകാവുള്ളൂ. പ്രോബ്ലം ഉറപ്പായും അവിടെ നിന്ന് ചോദിക്കുന്നതാണ്. അതിനുശേഷം വരുന്ന കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ആണ്. എനിക്ക് തോന്നുന്നു എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നിങ്ങളോട് എക്സാമിന് ചോദിച്ചിരിക്കുന്ന കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ആണ്. സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും പല എക്സാമിനും 3 മാർക്കിനാണ് അവിടെ നമ്മളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അത് പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ സീരീസ് കോമ്പിനേഷൻ്റെയും അതേപോലെ തന്നെ പാരലൽ കോമ്പിനേഷനും പ്രോബ്ലം നിങ്ങളോട് ചോദിക്കും. കമ്പൈൻഡ് ആയിട്ട് സീരീസും പാരലൊക്കെ തന്നിട്ട് ഈ കപ്പാസിറ്റിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക, അതിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് കണ്ടുപിടിക്കുക, അതിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ വരുന്നത് എനർജി സ്റ്റോർഡിൻ്റെ കപ്പാസിറ്ററാണ്. അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കാനില്ല, ഇമ്പോർട്ടൻ്റ് അല്ല. അതിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ട് പോവാം. കഴിഞ്ഞ സേ എക്സാമിന് അവിടെ നിന്ന് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 ഇക്വേഷൻ ഉണ്ട്. ഹാഫ് CV² ഉണ്ട്, ഹാഫ് QV ഉണ്ട്, ഹാഫ് Q²/C. ഈ 3 ഇക്വേഷനും പഠിച്ചിട്ട് പോവാം. എന്താണോ നമുക്ക് ഗിവൺ ഡേറ്റ തരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക, QV ഗ്രാഫ് നിങ്ങൾ നോക്കിയിട്ട് പോവാം. പിന്നെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഡൈ ഇലക്ട്രിക് ആൻഡ് പോളറൈസേഷൻ ആണ്. നമ്മുടെ ഡൈ ഇലക്ട്രിക് പോളാറും നോൺ പോളാർ മോളിക്യൂളിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അതിൻ്റെ എക്സാമ്പിൾ സഹിതം മക്കളെ പഠിച്ചിട്ട് പോവുക. അവിടെ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആക്കി ചോദിക്കുന്നത്. പറ്റുവാണെങ്കിൽ ഒരു ടോപ്പിക്കുകളുണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓഫ് കണ്ടക്ടർ. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഒന്ന് നോക്കിയിട്ട് പോവുക. മക്കളെ, നമുക്ക് 3ാമത്തെ ചാപ്റ്ററിലോട്ട് പോവാം. കറണ്ട് ഇലക്ട്രിസിറ്റി ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. കറണ്ടിൻ്റെ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം നിങ്ങൾ എക്സാമിന് ചോദിക്കുന്നതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവാം. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം കറണ്ട് ഡെൻസിറ്റി ആണ്. അതിൻ്റെ ഇനി പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഡെഫിനിഷൻ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പോവാം. അതേ ഡെഫിനിഷൻ അതേപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻസ് നോക്കിയിട്ട് പോവാം. കറണ്ട് ഡെൻസിറ്റി ആണ് വരുന്നത്. കറണ്ട് ഡെൻസിറ്റി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമുമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും പഠിച്ചിട്ട് പോവാം. അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻ കണക്റ്റിംഗ് കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി, I = NAV എന്ന് പറയുന്ന ആ ഒരു ഡെറിവേഷൻ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവാം. അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മൊബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മൊബിലിറ്റീനെ കുറിച്ചും ആ മൊബിലിറ്റിയുടെ ഇക്വേഷനും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക. കാരണം അവിടെ തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷന് ചോദിക്കുന്നത്. മൊബിലിറ്റി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായിട്ട് നോക്കേണ്ടത് നമ്മുടെ ഓംസ് ലോ ആണ്.
ഓംസ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ചാപ്റ്ററിലെ നട്ടെല്ലെന്ന് പറയുന്നത് ഈ ഓംസ് ലോ തന്നെയാണ്. ഓംസ് ലോയുടെ ഡ്രോബാക്കും ഓംസ് ലോയുടെ ഗ്രാഫും, ആ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കിട്ടും. ഈ കാര്യങ്ങളൊക്കെ മക്കളെ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിനേഷന് പോകാൻ. ഓംസ് ലോ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന റെസിസ്റ്റിവിറ്റി ആണ്. നമുക്കറിയാം R = ρL/A. ആ റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി ആണ്. അവിടെ നിന്നും എക്സാമിന് എപ്പോഴും പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. ആ ഒരു ഇക്വേഷൻ വെച്ച് R = ρL/A എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ നിന്നും എപ്പോഴും പ്രോബ്ലം ചോദിക്കാറുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, അത് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എക്സാമിനേഷന് പോകാൻ പാടുള്ളൂ. കാരണം അവിടെ നിന്ന് ഒരു വയറിൻ്റെ ലെങ്ത് n ടൈംസ് കൂട്ടി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എത്ര ടൈംസ് കൂടും നമുക്കറിയാം, n² ടൈംസ് ആണ്. അതേപോലെ പ്രോബ്ലം ആയിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഓഫ് മെറ്റീരിയൽ ആണ്. ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി നമുക്കറിയാം. കണ്ടക്ടർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടാൻ നേരത്ത് റെസിസ്റ്റൻസ് കൂടുന്നു. കണ്ടക്ടർ മെറ്റൽ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് കൂടുന്നു. സെമി കണ്ടക്ടർ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് കുറയുന്നു. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. അതിൻ്റെ ഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, പഠിച്ചിട്ട് വേണം എക്സാമിനേഷന് കയറാൻ. അതിനുശേഷം വരുന്നത് നമ്മുടെ EMF ആൻഡ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അവിടെയും എക്സാമിനേഷന് പ്രോബ്ലം ആയിരിക്കും ചോദിക്കുന്നത്. ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലം ആണ് എപ്പോഴും ചോദിക്കുന്നത്. പിന്നെ ഇവിടെ വരുന്നത് കോമ്പിനേഷൻ ഓഫ് സെല്ലാണ്. എല്ലാവരും നന്നായിട്ട് കോമ്പിനേഷൻ സെൽ നോക്കിയിട്ട് പോവാം. അത് ചോദിക്കാൻ സാധ്യത കുറവാണ്, പക്ഷേ എക്സാമിനേഷൻ ആയതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സീരീസും പാരലൽ കോമ്പിനേഷനാണ്. പിന്നീട് ഈ ചാപ്റ്ററിൻ്റെ അവസാനമായി നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത് ക്രിച്ചോഫിൻ്റെ 2 റൂളായ ക്രിച്ചോഫിൻ്റെ കറണ്ട് ലോയും അതേപോലെ തന്നെ വോൾട്ടേജ് ലോയാണ്. ഈ വോൾട്ടേജ് ലോയിൽ നിന്നും എക്സാമിനേഷന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ മീൻസ് ഒരു സർക്യൂട്ട് തന്നിട്ട് അവിടെ നിന്നും കറണ്ട് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാനോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോകാം. മക്കളെ, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിക്സ്. നമുക്കറിയാം വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആഴത്തിലൊന്ന് റിസർച്ച് ആയിട്ട് വരാം. ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് ആണ്. ഒരു ചാർജ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യാൻ നേരത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ കുറിച്ചാണ് അത് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഇക്വേഷനും മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സിന് പുറമെ ലോറന്റ് ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകണം. ലോറന്റ് ഫോഴ്സ് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിനും ഇലക്ട്രിക് ഫീൽഡിനും കമ്പൈൻഡ് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് വരുമ്പോൾ അതിന് കിട്ടുന്ന എന്താണ്, ഫോഴ്സ് ആണ്. അതിനെക്കുറിച്ചാണ് അവിടെ നമ്മൾ പറയുന്നത്. പിന്നീട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ചാർജ് ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന പാത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ വെലോസിറ്റി, അതേപോലെ തന്നെ ടൈം പീരീഡ്, അതേപോലെ തന്നെ അതിൻ്റെ കൈനറ്റിക് എനർജി, ഫ്രീക്വൻസി, ഈ ഒരു 4 ഡെറിവേഷൻ മക്കളെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. എക്സാമിന് ചോദിക്കാൻ വളരെയേറെ സാധ്യതയാണ്. ഡെറിവേഷൻ മാത്രമല്ല, ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാത്ത് സർക്കുലാർ പാത്താണെന്ന് പഠിച്ചിട്ട് പോവുക. ഒരു മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നീട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു തീറ്റ ആംഗിളിലാണ് നമ്മുടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം അത് പോകുന്ന പാത്ത് എന്ന് പറയുന്നത് ഹെലിക്കൽ പാത്തായിരിക്കും. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ഒരു മാർക്കിനായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മക്കളെ, അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബയോട്ട്-സവാർട്ട് ലോ ആണ് അല്ലേ. ബയോട്ട്-സവാർട്ട് ലോ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഇക്വേഷനും പഠിച്ചിട്ട് തന്നെ പോകണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ബയോട്ട്-സവാർട്ട് ലോയുടെ ആപ്ലിക്കേഷനായ ഒരു കറണ്ട് ക്യാരിങ് സർക്കുലാർ കോയിൽ ആക്സിയൽ പോയിന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡെറിവേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ മക്കളെ നിങ്ങളോട് ചോദിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സെൻറ്ററിൽ ഉണ്ടാക്കുന്ന, അതായത് ഒരു സർക്കുലാർ കോയിലിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ B = μ0I/2a എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്, എനിക്കറിയാമോ. ആ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം എക്സാമിന് പലപ്പോഴായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ബയോട്ട്-സവാർട്ട് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആംപീരിയൻ സർക്കിൾ തിയറം തന്നെയാണ്. ആംപീരിയൻ സർക്കിൾ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ തന്നെ പഠിച്ചു വെക്കുക. അതുമായി ബന്ധപ്പെട്ട് 2 ആപ്ലിക്കേഷനാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒരു കറണ്ട് ക്യാരിങ് സ്ട്രേറ്റ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ തന്നെ ഒരു സോളിനോയിഡ് അതിൻ്റെ സെൻട്രൽ പോയിന്റ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡെറിവേഷൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അവിടെ നിന്നും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോളിനോയിഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ആ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ട് തന്നെ പോവുക. പിന്നെ അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അതിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് ലോറന്റ് ഫോഴ്സ്. മാഗ്നറ്റിക് ലോറന്റ് ഫോഴ്സ് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. F = ILB, BIL, ബിൽ സൈൻ തീറ്റ. ആ ഇക്വേഷൻ പഠിച്ചിട്ട് പോവുക. അവിടെ നിന്നും എക്സാമിന് പലപ്പോഴായിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത് മക്കളെ നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ മക്കളെ, നമ്മൾ അടുത്ത് നോക്കാൻ
നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഫോഴ്സ് ആക്ടിങ് ഓൺ എ സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ അതിന് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അവിടെ നിന്ന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പാരലൽ കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ കറണ്ട് ക്യാരി ചെയ്യുന്ന രണ്ട് പാരലൽ കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡെറിവേഷനും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അവിടുന്ന് ഡെഫിനിഷൻ ഓഫ് 1 ആംപിയർ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ എക്സാമിനേഷന് പോകാൻ പാടുള്ളൂ. അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഒരു റെക്ടാങ്കുലർ കോയിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെ ഡെറിവേഷൻ മസ്റ്റായും പഠിക്കുക. ചോദിക്കുവാണെങ്കിൽ 4 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. അവിടെയാണ് നമ്മൾ ആരെ പരിചയപ്പെടുന്നത്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ME=NIA പരിചയപ്പെടുന്നത്. അവിടെ നിന്നും നിങ്ങൾക്ക് എക്സാമിന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ടോർക്ക് ടോ NIAB വെച്ച് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ആ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങളെക്കുറിച്ചാണ്. അത് മറ്റൊന്നുമല്ല, ഗാൽവനോമീറ്റർ ആണ് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. ഗാൽവനോമീറ്ററിന്റെ കറണ്ട് സെൻസിറ്റീവ് ഫാക്ടറും ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതേപോലെ തന്നെ അതിന്റെ കൺസ്ട്രക്ഷനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയിട്ട് വേണം എക്സാമിനേഷന് പോകാൻ. അതിനുശേഷം വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ അമ്മീറ്ററും പിന്നെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വോൾട്ടിമീറ്റർ ആണ്. ഒരു ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണ് അമ്മീറ്റർ ആക്കി മാറ്റുന്നത്, ഒരു ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണ് വോൾട്ടിമീറ്റർ ആക്കി മാറ്റുന്നത്, എക്സാമിന് പലപ്പോഴായി ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമ്മീറ്ററിൽ നിന്നും ഗാൽവനോമീറ്ററിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും നിങ്ങളെ ചെയ്യിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ആ 2 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓണം എക്സാമിനേഷൻ മക്കളെ നമുക്ക് പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓണം എക്സാമിനേഷന് മുഴുവൻ മാർക്ക് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇനിയും വരുന്ന ലൈവുകളിലൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സൈലത്തിന് കൂടെ നിൽക്കുക. ഈ ഓണം എക്സാമിനേഷൻ നമുക്ക് തകർത്ത് പൊളിച്ചെടുക്കണം മക്കളെ.